ഷോർട്സിനകത്ത് ഞാനിടാം. തവി ആരുടെ കയ്യിലാണ് അവരാ മെയിൻ എന്ന്. ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇന്ന് സപ്താഹത്തിൻ്റെ 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ 6ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുചേലൻ വരുന്ന ദിവസമാണ്. അതായത് ഭഗവാൻ കൃഷ്ണൻ്റെ കൂട്ടുകാരനായിട്ടുള്ള കുചേലൻ അവിൽപ്പൊതിയുമായിട്ട് ഭഗവാനെ കാണാൻ വരുന്ന രംഗം. അത് നമ്മൾ ചിത്രീകരിച്ച് കാണിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നറിയില്ല. കാരണം നമ്മൾ ആളുകളുടെ മുമ്പിൽ പോയി എടുക്കുമ്പോൾ അവർ വഴക്ക് പറയും. അങ്ങനെ എന്തായാലും മാക്സിമം എടുക്കണം എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ കുടുംബക്കാരുടെ കൊന്നയിൽ കുടുംബം എന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളുടെ സപ്താഹവും കൂടാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ നാളെ അവിടെ ആകുമ്പോൾ നമ്മുടെ സപ്താഹം തീരുകയാണ്. പിന്നീട് ഉത്സവമാണ്. ഞാനിന്ന് അതിരാവിലെയൊന്നും അമ്പലത്തിൽ പോയില്ല കേട്ടോ. വളരെ താമസിച്ചാണ് പോയത്. അതുകൊണ്ട് തന്നെ അധികം ആളും അനക്കമൊന്നും അമ്പലത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാനും സാധിച്ചു. കാരണം എല്ലായിടത്തും ചെന്ന് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വീഡിയോ എടുക്കാൻ സാധിച്ചു. ഇത് നമ്മുടെ ക്ഷേത്രക്കുളമാണ്. ഒരുപാട് മീനുകൾ ഈ ക്ഷേത്രക്കുളത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ യജ്ഞശാല. തലേന്ന് രാത്രി പാത്രം കഴുകി ഇവിടെയാണ് ഉണക്കാൻ വെക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇതെടുത്തുകൊണ്ട് പോയി കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ പാചകശാലയിലേക്കും അതുപോലെ ഭക്ഷണം വിതരണം ചെയ്യുന്നിടത്തോട്ടും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ താൽക്കാലികമായിട്ട് ഈ 7 ദിവസത്തേക്ക് കെട്ടിയിരിക്കുന്ന നമ്മുടെ സദ്യാലയം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ ഇഡലി സാമ്പാറും ഒക്കെ അതിൻ്റെ സമയത്ത് തീർന്നു. പിന്നീട് വരുന്നവർക്ക് കഞ്ഞിയും അച്ചാറും ആയിരുന്നു കൊടുത്തിരുന്നത്. ഇവിടെ പിന്നെ എല്ലാ സ്ത്രീകളും അരിയാനൊക്കെ ഇരിക്കും. എൻ്റെ അമ്മയാണിത്. അപ്പം ഇവരെല്ലാവരും കൂട്ടായി ഇരുന്ന് അരിഞ്ഞ് തലേന്നും കൊടുക്കും. ഇതെന്തിനാണ് ഇനി രാത്രി കൂട്ടുകറിക്ക് വല്ലതും ആയിരിക്കും അരിയുന്നത്. ആര്? മായ ചേച്ചിയൊക്കെയോ? അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരി അമ്മുവിൻ്റെ അമ്മയാണ്. ഇവിടെയാണ് നമ്മുടെ പാചകത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും മറ്റും വരുന്നത്. ഇവിടെ നിന്നാണ് ഈ അമ്മമാർ ഇത് മുറിക്കുന്നതും. പിന്നെ കുഞ്ഞു മക്കൾ തൊട്ട് എല്ലാവരും ഓരോ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് കേട്ടോ. 2 ഭാഗത്തായിട്ട് ആളുകൾ നിന്ന് കറികളെല്ലാം വിളമ്പി ചോറ് ഉൾപ്പെടെയായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. രാത്രിയിലത്തേക്കുള്ള കറിക്കാണ് ഇപ്പം അരിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നാളത്തേക്കുള്ളത് ഇന്ന് ഉച്ച കഴിഞ്ഞ് അരിയാൻ തുടങ്ങും. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് അമ്മമാർ അരിയാൻ തുടങ്ങും കേട്ടോ. പിന്നെ ചോറ് വെക്കാനും 2 ആളുകൾ ഇവിടെ ഉണ്ട്. രാവിലെ 10:30 ആയപ്പോഴത്തേനും ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കറികളും പെട്ടെന്ന് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ഷേത്രത്തിൽ 3ാമത്തെ സപ്താഹ ദിവസം തൊട്ട് പായസം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് നാളെയും മേ ബി കാണുമായിരിക്കും. അപ്പോൾ ഈ ചേട്ടന്മാരൊക്കെ ഭയങ്കര നമ്മൾ വീഡിയോ എടുക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും അവർ പറഞ്ഞില്ല. അവർ വീണ്ടും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ നിന്ന് തരും എന്നുള്ള രീതിയിലായിരുന്നു. വരുന്നു അണ്ണനാണോ എൻ്റെ മെയിന്? തവി ആരുടെ കയ്യിലാണോ അവരാ മെയിനെന്ന്. ഇളക്കാൻ മെയിൻ എന്നാണോ? ഇളക്കാൻ മെയിൻ ആളാണെന്നോ? വേറൊന്നുമില്ല. അപ്പോൾ ഇത് കൂടാതെ പിന്നെ നമുക്ക് സാമ്പാറും അവിയലും ഇരുമ്പമ്പുളി അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ സ്വാദിഷ്ടമായ ഫുഡായിരുന്നു. നമ്മുടെ നാട്ടിലെ ഈ പരിചയപ്പെടുത്തേണ്ട കുറച്ച് ആളുകളുണ്ടല്ലോ, അക്കൂട്ടത്തിൽ ഞാൻ പരിചയപ്പെടുത്തണം എന്നാഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് രാജൻപിള്ള. എൻ്റെ മാമനാണ്, എൻ്റെ അമ്മയുടെ ചേട്ടനാണിത്. അപ്പോൾ മാമൻ മലപ്പുറത്താണ്. ഇപ്പം ഉത്സവത്തിന് വേണ്ടി മാമൻ ഇങ്ങോട്ട് വന്നതാണ്. മാമൻ്റെ നാടിവിടാണ്. മാമൻ പിന്നെ മാമിയുടെ കൂടെ അവിടാണ്. മാമൻ്റെ 2 മക്കളുണ്ട്. മാമിയുടെ പേര് ഷീജ എന്നാണ്. ഇനി പരിചയപ്പെടുത്തേണ്ട ഒരാളെന്ന് പറയുന്നത് അലിപ്പി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു മാമനുണ്ട്. ആ മാമനെയും ഞാൻ കാണിച്ചു തരും. കാരണം കാണേണ്ട 2 വ്യക്തികളാണ് ഇവർ.
ഈ പാത്രം വെച്ചേക്കുന്ന ഈ സ്ഥലം നാളെയും കൂടെ കഴിഞ്ഞാൽ പിന്നീട് ഇത് സ്റ്റേജാണ്. നമ്മുടെ കുട്ടികൾ ഇവിടെയാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ 2 ചങ്ങാതിമാരാണ്. ഇവന്മാർ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നു വീഡിയോയിൽ എടുക്കണം എന്ന്, പക്ഷെ വരത്തില്ല, വിളിച്ചാൽ വരത്തില്ല. ഇപ്പം വന്ന് പിടിച്ച് നിർത്തിയതാണ്. ഇപ്പം ആകെ കൂടെ നമ്മുടെ ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു കുഞ്ഞുങ്ങൾക്കുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഈ ഒരു കളിപ്പാട്ടങ്ങളേ ഉള്ളൂ. നമ്മുടെ ഉത്സവത്തോടനുബന്ധിച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നത്. ഇതിനൊക്കെ നല്ല റേറ്റുമാണ് ചോദിക്കുന്നത്. ഇതായിട്ട് വരുന്നത് ഞങ്ങളുടെ നാട്ടിലെ ക്രിസ്മസ് അപ്പൂപ്പൻ. അപ്പോൾ ഇതെൻ്റെ മറ്റൊരു മാമനാണ്. മാമൻ്റെ പേര് മധു എന്നാണ്. മാമൻ ബിവറേജസിലാണ് വർക്ക് ചെയ്യുന്നത്. മാമൻ അസാധ്യമായിട്ട് പാട്ടുകൾ എഴുതി കമ്പോസ് ചെയ്യും. പിന്നെ മാമൻ്റെ ഏറ്റവും വലിയ മാമൻ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഒരു 5 പാട്ടുകൾ മാമൻ എഴുതിയിട്ടുണ്ട്. മാമൻ എഴുതിയ ഒരു പാട്ട് പാടാൻ എനിക്ക് ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഗോപണ്ണനാണ്. ഇവിടുത്തെ മൈക്ക് സെറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഗോപണ്ണനാണ്. ഗോപണ്ണൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ഈ കുചേലൻ്റെ അന്നത്തെ ദിവസം 6-ാം ദിവസം നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു കൃഷ്ണനും, പിന്നെ ഏതെങ്കിലും ഒരു അപ്പൂപ്പൻ കാണും നമ്മുടെ കുചേലനായിട്ട്. പക്ഷേ ഇപ്രാവശ്യമാണ് ഇവരെ നമ്മൾ വരുത്തിയത്. ഇതിൻ്റെ ശ്യാമസുന്ദരം കോഴഞ്ചേരി എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ ആളുകളാണ്. അവരുടെ ട്രൂപ്പിൻ്റെ പേര് സമിതിയുടെ പേര് ശ്യാമസുന്ദരം എന്നാണ്. ഈ അനഘ നായർ എന്ന് പറയുന്ന മോളാണ് ഇവിടെ കൃഷ്ണനായിട്ട് വന്നേക്കുന്നത്. അപർണ എന്ന് പറയുന്നത് മോള് രുക്മിണിയും, കുചേലനായിട്ട് വന്നേക്കുന്ന സദാശിവൻ തിരുവല്ല എന്ന് പറയുന്ന വ്യക്തിയുമാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. വളരെ മികച്ച രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അതിൽ ലയിച്ചിരിക്കുന്ന രീതിയിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രഭുമാമൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. ഫാമിലി സഹിതം ഖത്തറിലാണ്. മാമൻ ഇപ്പം ഉത്സവത്തിന് വേണ്ടി മാമൻ മാത്രമായിട്ടാണ് വന്നത്. സാധാരണ ഓണത്തിനോടനുബന്ധിച്ചിട്ടാണ് കുടുംബസമേതം വരുന്നത്. ആശ്രമത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന മനോഹരമായൊരു സംഗീതാർച്ചന ഇന്ന് 5 മണിയോടുകൂടി. എക്കാലത്തെയും സതീർത്ഥ്യ ബന്ധത്തിലെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കൃഷ്ണനും കുചേലനും. അവരുടെ ഫ്രണ്ട്ഷിപ്പ് പോലെ മറ്റൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇനി ഏത് അമ്പലത്തിലായാലും എവിടെയായാലും ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറയും. കൃഷ്ണനും കുചേലനും തമ്മിൽ സാമ്പത്തികമായിട്ട് ഏറെ അന്തരമുണ്ടായിരുന്നെങ്കിലും കൃഷ്ണൻ ആ സൗഹൃദത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്നു. ഭാഗവത ദശമസ്കന്ധത്തിലെ 80-81 ശ്ലോകങ്ങളിലാണ് കുചേലഗതി വിന്യസിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണനും കുചേലനും പ്രിയപ്പെട്ട സതീർത്ഥ്യന്മാരായിരുന്നു. ഗുരുകുലവാസമായിരുന്നു അവരുടേത്. പഠനം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയതോടുകൂടി ഇരുവർക്കും കാണാൻ സാധിക്കാതെയായി. കാലമേറെ കഴിഞ്ഞ് ദാരിദ്ര്യത്തിൽപ്പെട്ടുഴലുന്ന ശ്രീകൃഷ്ണഭക്തനായ കുചേലൻ തൻ്റെ പത്നിയുടെ നിർബന്ധപ്രകാരം സഹപാഠിയും ദ്വാരകാപതിയുമായ ശ്രീകൃഷ്ണനെ കാണാൻ യാത്രയാവുകയാണ്. കാലമേറെ കഴിഞ്ഞ് തമ്മിൽ കാണുന്ന തൻ്റെ പ്രിയപ്പെട്ട സതീർത്ഥ്യന് നൽകാനായി കല്ലും നെല്ലും ചേർന്ന
അവില് അദ്ദേഹം കയ്യിൽ കരുതുന്നു. ഒന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ തിരുമേനിയും ഒന്ന് നമ്മുടെ യജ്ഞശാലയിലെ തിരുമേനിയാണ് കേട്ടോ. അവർക്കൊക്കെ വീഡിയോയിൽ വരാൻ വലിയ സന്തോഷമാണ്.
ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും ഈ ഒരു രംഗം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കണ്ണുനീന്ന് വെള്ളം ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്, കരയായിരുന്നു കേട്ടോ. നമുക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും. എത്രയോ അമ്മമാരൊക്കെ ആയിരുന്നു അവിടെ ഇരുന്ന് കരയുന്നതെന്നറിയോ. അപ്പം നമുക്ക് എപ്പോഴായാലും ഈ ഒരു വിഷ്വല് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്.
കുചേലൻ വന്നു പോയതിന് ശേഷം അദ്ദേഹത്തിന് പോയി നമുക്ക് ദക്ഷിണ സമർപ്പിക്കാം. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ദക്ഷിണ സമർപ്പിക്കുന്നുണ്ട്. ഈ കുചേലനായിട്ട് അഭിനയിച്ച വ്യക്തി സദാശിവൻ തിരുവല്ല എന്ന് പറയുന്ന വ്യക്തിയാണ്. വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ ഈ നമ്മുടെ കൃഷ്ണൻ്റെയും ഈ രുക്മിണിയും നന്നായിട്ടൊരു ഡാൻസ് കളിച്ചു കേട്ടോ. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മധുമാമൻ എഴുതിയ ഒരു പാട്ടിനാണ് അദ്ദേഹം ചുവട് വെച്ചിരിക്കുന്നത്. പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായ ഒരു പാട്ടിന് നല്ല രീതിയിലാണ് ഈ കുഞ്ഞുങ്ങൾ നൃത്തം ചെയ്തിരിക്കുന്നത്. പക്ഷേ പാട്ട് കേൾപ്പിക്കാനുള്ള നിർവാഹം എനിക്കില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ 6ാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ. വളരെ മനോഹരമായൊരു ദിവസം, വളരെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളോടുകൂടി അവസാനിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക.